ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള എക്സാമിനേഷൻ പോളിസീസ് കൊണ്ടുവരണം. ക്രിട്ടിസൈസ് ചെയ്യണവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറ്റം അവരുടെ പവറിലുള്ള അല്ലെങ്കിൽ അവരുടെ അധികാരം അല്ലെങ്കിൽ അവർ നിർമ്മിച്ച നിയമനിർമ്മാണം എത്ര കാലം കൊണ്ടുപോകണം. പുതിയ ക്രിമിനൽ ലോ നിലവിൽ വരുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് നമ്മോട് പ്രതികരിക്കുന്നു. നമസ്കാരം സർ. പുതിയ ക്രിമിനൽ ലോ നിലവിൽ വരുന്നു. അതിൻ്റെ വർക്ക് പണിപ്പുരയിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഉടൻ അത് നിലവിൽ വരുമെന്ന് പറയുന്നു അടുത്ത ദിവസങ്ങളിൽ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭാരതത്തിലെ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ പ്രധാനമായ സുപ്രധാനമായ 3 ക്രിമിനൽ നിയമങ്ങളാണ് നമ്മുടെ CRPC 1973, IPC 1860, പിന്നെ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. അപ്പോൾ ഇവയൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് വന്നിരുന്നെങ്കിൽ കൂടി കാലാകാലങ്ങളിൽ വിവിധ തരത്തിലുള്ള അമെൻമെൻറ്റുകൾ, വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ, അപ്ഗ്രേഡേഷൻസ് നടത്തിയാണ് നമ്മളിതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ നാളെ ജൂലൈ 1 മുതൽ നിലവിൽ വരാൻ പോകുന്ന BNS, അതായത് ഭാരതീയ ന്യായ സംഹിത, IPCക്ക് പകരമുള്ളൊരു റീപ്ലേസ്മെൻ്റാണ്. അതുപോലെ BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ BSA, ഭാരതീയ. അപ്പോൾ ഇത് വരുമ്പോൾ IPC ഇല്ലാതാവും? തീർച്ചയായും IPC കഴിഞ്ഞു. IPCയുടെ അവസാനത്തെ സെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ BNSന്റെ അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് IPCയുടെ റിപ്പീൽമെൻ്റാണ്. അതായത് IPC തീരണു. ഇന്നത്തോടുകൂടി IPCയും CRPCയും BSAയും തീരണു എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ എന്താ പറയട്ടെ തീരുമാനം. നാളെ മുതൽ അത് BNSഉം BNSSഉം BSA, ഭാരതീയ സാക്ഷ്യ അധിനിയമം, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമുള്ളത് അതായി മാറുകയാണ്. അപ്പോൾ ഇനി IPCയോ CRPCയോ ഇല്ല, എവിഡൻസ് ആക്ടോ ഇല്ല. ഉണ്ടാകും. ഇന്ന് വരെയുള്ള എല്ലാ പ്രൊസീഡിങ്സും, കോടതി നടപടികൾക്കും, അപ്പീലായാലും പെറ്റീഷൻസ് ആയാലും മറ്റു പ്രൊസീഡിങ്സ് ആയാലും ട്രയൽ ആയാലും റിവിഷൻസ് ആയാലും എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രൊസീഡിങ്സ് കഴിയുന്നത് വരെ പഴയ നിയമങ്ങൾ തന്നെയായിരിക്കും നിലവിലെ കേസുകളിൽ. ആ പഴയ നിയമം തന്നെ നിലനിൽക്കും. തീർച്ചയായും. നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്ന കേസുകളിലും നാളെ മുതൽ നടക്കാൻ പോകുന്ന ജുഡീഷ്യൽ എക്സാമിനേഷൻസിനും പുതിയ BNSS, BSA ആയിരിക്കും നിലവിലേക്ക് വരിക. പക്ഷെ അതിലൊരു പ്രശ്നം, ഒരു 2 ദിവസം മുമ്പ് ഒരു അഞ്ജലി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിലൊരു PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഡേയ്സായി. ഇപ്പോൾ മെനിഞ്ഞാന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ സാറ്റർഡേ, ഇന്നും സൺഡേ, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതിലെ മാൻഡമസ് റിട്ട് ഇട്ടുണ്ട്. ഈ നിയമം തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ നിലവിൽ വരാൻ പാടില്ല എന്നും താൽക്കാലികമായി സ്റ്റേ ചെയ്യണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ നിയമത്തിൻ്റെ ചില പാളിച്ചകൾ, അതായത് വളരെ തിടുക്കത്തിൽ, ഈവൻ നമുക്കറിയാം ആ കാലയളവിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി 140ഓളം MP സസ്പെൻഷനിലായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ വേളയിലാണ് പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പോൾ അതിന് വിശദമായ ഒരു ചർച്ച നടക്കാതെ, പാർലമെന്റിൽ വിശദമായ ഡിബേറ്റ് നടക്കാതെയാണ് ഈ നിയമം ഉണ്ടായതെന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അതാണ് അഞ്ജലി മറ്റൊരു സുപ്രധാനിയായ ഒരു അഡ്വക്കേറ്റ് AOR, അഡ്വക്കേറ്റ്സ് ഓൺ റോളായ ഒരു കുൻവർ സിദ്ധാർത്ഥ്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരു അപ്പീലിൽ മൂവ് ചെയ്തിരിക്കണം. അതിന്റെ ഹിയറിംഗ് അറിയില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ്. എന്താ സംഭവിക്കാമെന്നും ഒന്നും പറയാറായിട്ടില്ല. അപ്പം അതിൽ പരമപ്രധാനമായി പറഞ്ഞിട്ടുള്ള മറ്റ് 1-2 വിഷയങ്ങൾ, ഈ നിയമത്തിൻ്റെ പേരിന് പോലും ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുമ്പോൾ അതൊരിക്കലും പീനൽ കോഡായി മാറുന്നില്ല, ശിക്ഷാ നിയമമായി മാറുന്നില്ല. അതോടൊപ്പം തന്നെ BSA ആയാലും BNSS ആയാലും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇപ്പം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഹിത, ഒരു നിയമം എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പേര് പോലും വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പം ചുരുക്കത്തിൽ ആ ടൈറ്റിലിന് അതിൻ്റെ ഒബ്ജക്റ്റീവോ അതിൻ്റെ ക്ലാരിറ്റിയോ അതിൻ്റെ മോട്ടീവോ പോലും കൊണ്ടുവരാൻ ഈ നിയമത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും, പാർലമെന്റിൽ 140ഓളം അംഗങ്ങൾ സസ്പെൻഷനിലായിരുന്ന വേളയിൽ ഈ നിയമം കൊണ്ടുവന്നു എന്നുള്ളതും, കാര്യമായ ഡിസ്കഷൻ നടന്നിട്ടില്ല എന്നുള്ളതും പരമപ്രധാനമായ കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ല് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബില്ലിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് മിക്കവാറും ഇന്ന് രാത്രിയോ നാളെയോ കൂടി അറിയാൻ പറ്റുമായിരിക്കും.
അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രമേ നാളെ ഈ പുതിയ നിയമങ്ങൾ പുതിയ എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ സുപ്രീം കോർട്ടിലെ പ്രധാനപ്പെട്ട ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും മറ്റു പല അസോസിയേഷൻസും മറ്റു പല സീനിയർ ലോയേഴ്സും ചിലപ്പോൾ നാളെ മുതൽ ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് തന്നെ തുടങ്ങിയാലോ എന്നുള്ള ആലോചനയും ഇപ്പൊ നിലവിലുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും നാളെ മുതൽ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സർക്കാർ ഇങ്ങനൊരു നിയമം പുറപ്പെടുവിച്ചുകൊണ്ട് അതിനെ എതിർക്കാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഈ നിയമം നിലവിൽ വരുമ്പോൾ നിലവിലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അറിയാം. നിയമത്തിലെ ചില ലൂപ്പ് ഹോൾ അനുസരിച്ചിട്ട് നിരവധി കേസുകളിൽ പല പ്രതികളും രക്ഷപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഈ നിയമം കൊണ്ടുവരാനുണ്ടാവുന്ന അല്ലെ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം പോലും ഈ നിയമത്തിന്റെ ഒബ്ജക്റ്റീവ്സിൽ, സാധാരണ ഒരു നിയമം ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ ഫസ്റ്റ് പേജ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് മേക്കിംഗ് ദിസ് പർട്ടിക്കുലർ ലോ, അത് തന്നെ ആയിരിക്കും ഫസ്റ്റ് പേജ്. അപ്പൊ അവിടെ പോലും ഒബ്ജക്റ്റീവിൽ പോലും ഈ നിയമം കൊണ്ടുവരാനുണ്ടായ സാഹചര്യം വളരെ വ്യക്തമല്ല. പക്ഷെ എന്റെ നിഗമനം, അല്ലെങ്കിൽ ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞെടുത്തോളം കാലം ഇങ്ങനെ ഒരു നിയമം വരാനുണ്ടായ സാഹചര്യം എന്നത് ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകളായി ഉണ്ടാക്കി വെച്ച പേരുകൾ അവരുടെ ടൈറ്റിലുള്ള, അവരുടെ പവറിലുള്ള, അല്ലെങ്കിൽ അവരുടെ അധികാരം, അല്ലെങ്കിൽ അവർ നിർമ്മിച്ച നിയമനിർമ്മാണം എത്ര കാലം കൊണ്ടുപോകണം. ഭാരതം ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിയമം, മേ ബി ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ജസ്റ്റ് ദ സേക്ക് ഓഫ് എന്താ പറയുക ഓണർഷിപ്പ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അത് പറയാൻ പ്രത്യേകിച്ച് കാരണം ഈ 3 നിയമങ്ങളിലും തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പേരുമാറ്റം വളരെ മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ കേരള ഹൈക്കോർട്ടിലും വേറൊരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ, ഐ തിങ്ക് 354 358 അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, 348 സംതിങ്, ഐ ഫോർഗെറ്റ് ദാറ്റ്. ആ പ്രൊവിഷൻ അനുസരിച്ച് ആ ആർട്ടിക്കിൾ അനുസരിച്ച് ഭാരതത്തിൽ ഒരു നിയമം സൃഷ്ടിക്കുമ്പോൾ ആ നിയമത്തിന്റെ പേര് പോലും ഇംഗ്ലീഷിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ IPCയും അല്ലെങ്കിൽ BNSസും ഭാരതീയ സാക്ഷി അധിനിയമവും ഒക്കെ ഹിന്ദി പേരുകളാണ്. അതുകൊണ്ട് ആ പേരിനെ ചൊല്ലിപ്പോലും കേരള ഹൈക്കോടതിയിൽ റിട്ട് പെൻഡിംഗ് ആണ്. അപ്പൊ അതിലും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭാരത സർക്കാർ ഒട്ടേറെ മാറ്റങ്ങൾ ഇന്ത്യയിലുടനീളം കൊണ്ടുവരുന്നു. അതിൽ കൂടുതലും പേരുമാറ്റങ്ങളാണ്, പല സ്ഥലപ്പേരുകൾ, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അത് തന്നെയാണ് ഇതിലും വന്നത് എന്ന് ധരിക്കാൻ പറ്റുമോ? തീർച്ചയായും താങ്കളുടെ നിഗമനത്തോട് എനിക്ക് യോജിച്ചേ പറ്റൂ. കാരണം ഈ 3 നിയമങ്ങളിലും അങ്ങനെ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈവൻ ഉണ്ടായ മാറ്റങ്ങൾ പോലും പലതും സുപ്രീം കോർട്ട് കാലാകാലങ്ങളായി ചില ഡിസിഷനിലൂടെ പറഞ്ഞ വിഷയങ്ങൾ മാത്രം തന്നെയാണ്. അത് തീർച്ചയായും അമെൻമെന്റിലൂടെ ചെയ്യാവുന്നതായിരുന്നു. ഇപ്പോൾ എവിഡൻസ് ആക്ടിൽ വന്നിട്ടുള്ള പരമപ്രധാനമായ ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എവിഡൻസിന് പ്രോപ്പറായിട്ടുള്ള ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പ്രൈമറി എവിഡൻസ് ആയിട്ടും അത് സ്വമേധയാ പ്രൂഫ് ചെയ്യപ്പെടുന്നു എന്നും അതിന് വേറെ പർട്ടിക്കുലർ പ്രൂഫ് കൊടുക്കണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ട്രയൽ അത് CRPCയിലേക്ക്, നമുക്ക് BNSSലേക്ക് പറയാം. അപ്പോൾ എവിഡൻസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ BSAയിലെ പ്രധാനപ്പെട്ട ചേഞ്ച് അത് തന്നെയാണ്. അതിൽ കവിഞ്ഞ് വേറൊരു ചേഞ്ചും അതിന് ഞാൻ കണ്ടില്ല. അതെന്ന് പറയുന്നത് ഈ 2000 ബിഗിനിങ്ങിൽ 2013 or 14 ബിഗിനിങ്ങിലല്ല 2013 or 14 ടൊമാസോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അതിലെ പരമപ്രധാനമായ അഭിപ്രായം ഇതാണ്: ഒരു വിറ്റ്നസ്, ഐ വിറ്റ്നസിന്റെ മൊഴിയേക്കാളും പ്രാധാന്യം നൽകേണ്ടത് ആ സമയത്തുള്ള CCTV ഫൂട്ടേജിനാണ്. ഈ ഒരൊറ്റ സെന്റൻസിൽ നിന്നുമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ മാറ്റിക്കൊണ്ട് BSA വന്നിരിക്കുന്നത്. ഇതിൽ കവിഞ്ഞ് മറ്റൊരു വലിയ ചേഞ്ചും നമുക്ക് BSAയിൽ കാണാൻ സാധിക്കില്ല. CRPCയിലെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ പോക്കിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ എന്താണ്? പോലീസിന്റെ പരമാധികാരം കുറച്ചുകൂടെ കൂട്ടുക, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കാമോ എന്നുള്ള ഒരു സംശയം പോലും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഇവിടെ അതിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രശ്നമേറിയ ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്ഷൻ 144A. CRPCയിലെ 144Aയിലെ DM ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയുധമേന്തി വരുന്ന മാസ് ഡ്രില്ല് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മാസിനെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ DM പവർ ഉണ്ടായിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ
അതെ, സ്റ്റോപ്പ് ചെയ്യാം. അതിനുള്ള പരമാധികാരം, അതിന് വേണമെങ്കിൽ വെടിവെക്കാണെങ്കിൽ വെടിവെക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു പരമാധികാരം എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. സെക്ഷൻ 144A മാറുമ്പോൾ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും, ഏത് സാമുദായിക സംഘടനയ്ക്കും, മറ്റേതൊരു ഗ്രൂപ്പിനും വെപ്പൺ ഉപയോഗിച്ച് ആയുധമേന്തിയ മാസ് ഡ്രില്ല് നടത്താനുള്ള പരമാധികാരം നൽകുകയാണ്. സോ അന്ന് അങ്ങനെ ഒരു മാസ് ഡ്രില്ല് നടന്നു കഴിഞ്ഞാൽ DMന് ഒരു അധികാരം ഉണ്ടാവില്ല. കാരണം 144A എടുത്ത് കളഞ്ഞു. പിന്നെ ഏതെങ്കിലും പൊതുജനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക താല്പര്യരോ കോടതിയോ മറ്റാരെങ്കിലുമൊക്കെ സമീപിച്ച് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ ഒരു ജനദ്രോഹപരമായ ഒരു നടപടിയാണ് CRPC കൊണ്ടുവന്നത്. ഒരു സംശയം എന്ന് വെച്ചോട്ടെ അല്ലേ, ഉത്തരേന്ത്യയിലെ പല സംഭവങ്ങൾ അടുത്തിടെ നമുക്കുണ്ട്. അതിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് പ്രധാനമായും. ഇപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റും ഇതുമായിട്ടൊന്ന് ക്ലബ് ചെയ്യാൻ കഴിയും. തീർച്ചയായും. പക്ഷേ ക്ലബ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൾക്കൂട്ട കൊലപാതകങ്ങൾ BNSSൽ ഒരു പ്രത്യേക പ്രൊവിഷനായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കട്ടയിൽ ചെയ്യാൻ ചില സാങ്കേതികത അതിനകത്ത് സെക്ഷനെ തന്നെ കുറച്ച് സ്ട്രോങ് ആക്കി ആൾക്കൂട്ട കൊലപാതകം നിർത്താനുള്ള ഏർപ്പാടുകൾ BNSൽ IPCയുടെ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു രൂപ അല്ലെങ്കിൽ ആ ഭാവ വ്യത്യാസം തീർച്ചയായും നമുക്ക് ആ ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊന്ന്, CRPCയിൽ പോലീസിൻ്റെ കസ്റ്റഡിയൽ അതോറിറ്റി, അതായത് ഒരു കക്ഷിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ കസ്റ്റഡി എടുക്കാനുള്ള അധികാര പരിധി ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ മാത്രമാണ്. ഫസ്റ്റ് റിമാൻഡ് പീരീഡിൽ മാത്രം. അത് കഴിഞ്ഞാൽ ഒരു കേസിലും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാൻ പോലീസിന് അധികാരമില്ല. എന്നാൽ ഇന്നത് 60 ദിവസം വരെ പോലീസിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം നിലവിലുണ്ട്. BNS ഇല്ല. നിലവിലുള്ളത് വരാൻ പോണതില് നിലവിൽ 15 ദിവസമേ ഉള്ളൂ. 15 ദിവസത്തിനുള്ളിൽ തീരണം. അത് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡി പാടില്ല. പക്ഷെ ഇനി വരാൻ പോണ BNSSലുള്ളത് 60 ദിവസം വരെ ഈ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാം. അപ്പോൾ തീർച്ചയായും ഒരു പോലീസ് രാജ് തന്നെ വന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. CRPCയിൽ വന്ന മറ്റൊരു പരമപ്രധാനമായ മാറ്റം ഇതാണ്. പിന്നെ ആകെ എന്താ പറയട്ടെ ഹിതമായ അല്ലെങ്കിൽ ജനതാല്പര്യമായി വന്നിട്ടുള്ളത് 0 FIR. നമുക്ക് ഏത് ക്രൈമും എവിടെ നടന്നു എന്നാൽ വിഷയമല്ല, ജൂറിസ്ഡിക്ഷൻ നോക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു 0 FIR ഫെസിലിറ്റി നമ്മുടെ FIR, അത് പഴയ 154 സെക്ഷൻ ഇപ്പോൾ അത് 173 ആയി മാറി സെക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായും സുപ്രീം കോർട്ട് ഡിസിഷനിലൂടെ അംഗീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വിഷയമല്ല. പിന്നെ മറ്റൊന്ന്, വീട്ടിലിരുന്ന് കേസ് രജിസ്റ്റർ ചെയ്യാം, FIR രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു പൊസിഷൻ കൂടെ CRPC കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ എന്മയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ പോലും പഴയ FIR പൊസിഷൻ പോലെ തന്നെ നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് ബാക്കി കാര്യങ്ങൾ കൊടുത്ത് എന്നാലേ ആക്ടിവേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇവിടെ ഇല്ല. ഈ 60 ദിവസം പോലീസിന്റെ കസ്റ്റഡി കാര്യം പറയുന്നുണ്ട്. അത് കേസുകളെ ഗുരുതരമായി ബാധിക്കില്ലേ? കേസുകളെ മാറ്റിമറിക്കാം ഡെഫിനറ്റ്ലി. കാരണം നമുക്കറിയാലോ, കേരളത്തിൽ നടന്നിട്ടുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലെങ്കിൽ പല പ്രമാദമായ ക്രിമിനൽ കേസുകളിലും നമ്മൾ കണ്ടിട്ടത് പോലീസിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ബഹുമാന്യായ സന്ധ്യ IPS പോലും 1-2 ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിലുണ്ടായ എന്താ പറയുക ചില ചാഞ്ചാട്ടങ്ങളും അവിടെ ഉണ്ടായ പോലീസിന്റെ അനാവശ്യമായ ഇടപെടലുകളും ശ്രീലേഖ IPS അതെല്ലാം അവർ അപ്പോഴും തുറന്നു പറയുന്നത്. അപ്പൊ ഇതൊക്കെ പരമമായ സത്യങ്ങളാണ്. അപ്പൊ അതിന് കൂടുതൽ വളം വെച്ച് കൊടുക്കുന്നതല്ലേ ഈ പോലീസ് കസ്റ്റഡിയൽ എക്സ്റ്റൻഷൻ എന്നുള്ളത് ഒരു സംശയം തീർച്ചയായും ജനങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതലും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സംശയം പ്രകടിപ്പിച്ചാൽ അത് ശരിയാണെന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ളത് നമ്മൾ ആക്ച്വലി രാഷ്ട്രീയ കൊലപാതകം അത് മറ്റൊരു ആംഗിളിലൂടെ കാണേണ്ട ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ബേസ് എന്നുള്ളത് ഈ പോലീസ് കസ്റ്റഡി തീർച്ചയായും അതിനൊരു സപ്പോർട്ടീവ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ബേസ് അതിന്റെ യഥാർത്ഥ ബലം എന്നുള്ളത് പഴയ CRPCയിലെ സെക്ഷൻ 24 സബ്സെക്ഷൻ 3 to 6 ആണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ആക്കം കൂട്ടാനും അതിന് ബലമേകുന്ന ഒരു സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 18 സബ്സെക്ഷൻ 3 മുതൽ 6 വരെയുള്ള പോർഷൻസ്. അത് BNSSൽ അതുപോലെ അവർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അത് സെക്ഷൻ 18 സബ്സെക്ഷൻ 3 to 6 ആയി മാറും. ഇവിടെ പറയണ ഇത്രയേ ഉള്ളൂ,
ആ സെക്ഷൻ 18 പുതിയ BNSS അല്ലെങ്കിൽ CRPC പഴയ 24 സബ്സെക്ഷൻ 3 to 6 പറയുന്ന ഇതാണ്, കേരള സ്റ്റേറ്റ് ഹാസ് ടു അപ്പോയിന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ദെൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആസ് സച്ച് അല്ലെങ്കിൽ റിക്വയർഡ്. ആവശ്യമുള്ള അസിസ്റ്റന്റ് പബ്ലിക് അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും കേരള സ്റ്റേറ്റ് നിയമിക്കണം. ഓക്കെ, ദിസ് ഇസ് സെക്ഷൻ. അപ്പൊ നിയമിക്കണം, അപ്പോയിന്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോയിന്റ്മെന്റ് സർക്കാർ ചെയ്യാന്ന് പറയുമ്പോൾ CM അവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ആ പാർട്ടിക്ക് ഇത്ര PP, ഈ പാർട്ടിക്ക് ഇത്ര PP, ആ പാർട്ടിക്ക് ഇത്ര അഡീഷണൽ PP, അതല്ല അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് മീൻസ് ഇറ്റ് ഹാസ് ടു കം ത്രൂ എൻ എക്സാമിനേഷൻ. ജനാധിപത്യ രാജ്യത്തിൽ പരീക്ഷ നടത്തണം, കോമ്പറ്റേറ്റീവ് എക്സാം നടത്തി കഴിവുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ അവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എല്ലാ സ്റ്റേറ്റുകളിലും ഒരു പ്രോസിക്യൂട്ടിംഗ് ഓഫീസേഴ്സിന്റെ കേഡർഷിപ്പ് ഉണ്ടാകുന്ന പറയുന്നത്. കേഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? IAS, IPS, IFS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാറ്റേൺ, റെയിൽവേ സർവീസസ്, സെക്രട്ടറിയൽ സർവീസസ്, ഇങ്ങനത്തെ കേഡർഷിപ്പ് ഉണ്ട്. ഇതുപോലെ ഒരു കേഡർ സ്റ്റേറ്റിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അത്തരം കേഡറുകൾ ഇല്ലാത്ത സ്റ്റേറ്റിൽ ഡിസ്ട്രിക്ട് കളക്ടർ ജില്ലാ ജഡ്ജിന്റെ അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജിന്റെ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ അഭിപ്രായത്തോടു കൂടി സെഷൻസ് ജഡ്ജ് കൊടുക്കണം അഭിപ്രായം മാനിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് കഴിവുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വക്കീലന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, 10 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള വക്കീലന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൽ നിന്നുമാണ് പിന്നെ എന്താ പറയണ്ട, ആ കേഡർ ഇല്ല എങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് വിഷയത്തിലും വരുന്നത്, ഫസ്റ്റ് കേഡർ ഉണ്ടെങ്കിൽ ആ കേഡറിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടക്കണം, ലൈക്ക് ജുഡീഷ്യൽ എക്സാംസ് നടക്കുന്നുണ്ട്, APPയുടെ എക്സാം നടക്കുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാം. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ കേഡർ, അതൊരു കേഡർ തന്നെയാണ്. സോ അത്തരത്തിൽ കേഡർ ഉണ്ടായിരിക്കണം എന്ന് തന്നെ പറയണം. ഓക്കെ, ആ കേഡർ ഇല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? സപ്പോസ് കേഡർ ഇല്ലെന്ന് തന്നെ വെച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടർ വിത്ത് ഒപ്പീനിയൻ അല്ലെങ്കിൽ വിത്ത് കൺസൾട്ടിങ് ഓഫ് സെഷൻസ് ജഡ്ജ് പാനൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഈ പാനൽ ഡിസ്ട്രിക്ട് കളക്ടർ എങ്ങനെ ഉണ്ടാക്കുക? ഹൂ ഇസ് ഡിസ്ട്രിക്ട് കളക്ടർ? ദൈവമല്ലല്ലോ. അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ ഹരിചന്ദ്രനാണോ? അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഇന്ത്യയുടെ രാജാവാണോ? ഹിസ് ഓൺലി ആൻ ഒഫീഷ്യൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. അദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നല്ല ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ ആരൊക്കെ ആ ലിസ്റ്റിൽ പങ്കെടുക്കുക? കാശ് കൊടുത്തവരും പ്രീണിപ്പെടുത്തിയവരും ബാക്കി ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സും അല്ലെങ്കിൽ കളക്ടറിന് വേണ്ടപ്പെട്ട ബന്ധുക്കളും. അതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ലിസ്റ്റ്. ഇദ്ദേഹം കളക്ടർ ആപ്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഹി ഹാസ് ടു കണ്ടക്ട് എ കോമ്പറ്റേറ്റീവ് എക്സാം. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള എക്സാമിനേഷൻ പോളിസീസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹാസ് ടു മേക്ക് എ കേഡർ ഉണ്ടാക്കിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും കപ്പാസിറ്റിയുടെ ബേസിസിൽ, കഴിവിന്റെ ബേസിസിൽ, എഫക്റ്റീവ്നെസിന്റെ ബേസിസിൽ, കോമ്പറ്റീഷന്റെ ബേസിസിൽ അപ്പോയിന്റ് ചെയ്യണം. ആ സെക്ഷൻ 24 CRPCയിലെ 24 അതുപോലെ BNSSൽ 18 ആയപ്പോഴും ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കാരണം ഇത് പൊളിറ്റീഷ്യൻസിന്റെ വിഷയമാണ്. ഇന്ന് ആരാ PPമാരാ APPമാരാ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്? വിത്തൗട്ട് ഫ്രം കേഡർഷിപ്പ്. അല്ല, ഒരു കേഡറിനും വരാറില്ല. കളക്ടർ, ഞാൻ ചോദിക്കട്ടെ, കളക്ടർക്ക് ഏത് വക്കീലിനെ അറിയാം? ഇന്ന് ഞാൻ എണ്ണിത്തരാം, സ്വന്തമായി കേസ് നടത്താത്ത എത്രയോ വക്കീലന്മാര് കേരളത്തിൽ PPമാര് APPമാര് ആയിട്ടുണ്ട്. അവരുടെ ഈ കോഡ്സ് എടുത്ത് പരിശോധിച്ചാൽ മതി. ഈ കോഡ്സ് പരിശോധിച്ചിട്ട് ഇന്ന് PP ആയവരുടെ അല്ലെങ്കിൽ APPമാരുടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ പേരടിച്ചുകൊണ്ട് നമ്മുടെ ജുഡീഷ്യൽ സർവീസസിന്റെ സൈറ്റാണല്ലോ ഈ കോഡ്സ്, ആ പേരടിച്ച് നോക്കുക. ഇവര് PPമാരാകും മുമ്പേ ഇവർക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു? ആ കേസിൽ ഇവര് പേര് മാത്രം വെച്ച വക്കീലന്മാരല്ലേ, ഇവരുടെ സീനിയേഴ്സ് അല്ലേ കേസ് നടത്തിയത്? അതിൽ മനസ്സിലാക്കാൻ പറ്റും ഈ PPമാരുടെയും APPമാരുടെയും കപ്പാസിറ്റി. സോ ഇങ്ങനെ PPമാരെയും അഡീഷണൽ PPമാരെയും സർക്കാരിന്റെ താല്പര്യപ്രകാരം പാർട്ടികൾ, റൂളിംഗ് പാർട്ടി ആണല്ലോ ഇത് തീരുമാനിക്കുക. ഇപ്പോഴത്തെ അലൈസ് ABCD ആണെന്ന് വെച്ചോ, 4 പാർട്ടി കൂടി അലൈസ് ആണ്. ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും BJPയിലും ഒന്നും പോണില്ല. ABCD എന്ന 4 പാർട്ടികൾ കൂടെ അലൈസ് ആണ്. ഇപ്പം ഭരണത്തിൽ വന്നു. 25 PPമാരെ തിരുവനന്തപുരത്ത് വേണം എങ്കിൽ അപ്പൊ തന്നെ വിധിച്ചു കൊടുക്കും. മേജർ പാർട്ടി എക്ക് ഒരു 15 PP, പിന്നെ സെക്കൻഡ് മോസ്റ്റ് മേജർ ബിക്ക് ഒരു 4 PP, പിന്നെ സിക്ക് ഒരു 2 PP, പിന്നെ ഡിക്കും വേണമെങ്കിൽ ഒരു 2 PP. അവിടെ കഴിഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ വീണ്ടും ചോദിക്കുക,
ഈ PP ആയവരും അഡീഷണൽ PP ആയവരും ആക്ച്വലി അവർ എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷം? പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവരായിരിക്കും. പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച നേതാക്കന്മാരാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൊടി പിടിച്ച നേതാക്കന്മാരോടൊപ്പം അല്ലേ ആ സമയത്ത് രാഷ്ട്രീയ കൊലപാതകം നടത്തിയ പാർട്ടിക്കാരും? അല്ലേ? 5 വർഷം ഒരുമിച്ച് നിന്ന് ഒരേ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച് അടിപിടി നടത്തി പാർട്ടിക്ക് വേണ്ടി എല്ലാം ജീവത്യാഗം ചെയ്ത ശേഷം അവസാനം PP ആയും പബ്ലിക് പ്രോസിക്യൂട്ടർ APP യുമായും സെലക്ട് ആകുമ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ ഇവർ ആർക്ക് വേണ്ടി നിൽക്കും? കമ്മിറ്റ്മെന്റ് എവിടെയായിരിക്കും? കമ്മിറ്റ്മെന്റ് കുറ്റം ചെയ്ത പ്രതികൾക്ക് വേണ്ടിയായിരിക്കില്ലേ? അവരെന്തിനാ സ്റ്റേറ്റിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്? ബിക്കോസ് ദേ ആർ നോട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ദേ ആർ കമ്മിറ്റഡ് ടു ദ കൊളീഗ്സ്, കേഡേഴ്സ്, കൂടെ പ്രവർത്തിച്ചവർ, സഹപ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി ലീഡേഴ്സ്. ഇതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ദ ബേസിക് സോഴ്സ് ഇൻ കേരളത്തിലെ സിറ്റുവേഷൻ എസ്പെഷ്യലി. കാരണം കേരളത്തിൽ കേഡർ എന്നുള്ള സാധനം തന്നെ ഇല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ കേഡർ ഇല്ല. കാലാകാലങ്ങളിൽ 5 വർഷത്തിലൊരിക്കൽ ഭരിക്കുന്ന പാർട്ടി ആവശ്യമുള്ളവർ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആക്കും. ഇത് എന്ത് അനീതിയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ മണി, ശമ്പളം, ലക്ഷങ്ങൾ, ഒരു മാസത്തിൽ കോടികൾ എവിടെ നിന്നാണ് പോകുന്നത്? സർക്കാർ ഖജനാവിൽ. പാർട്ടിയാണോ കൊടുക്കുന്നത്? അത് സർക്കാർ കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ പബ്ലിക് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചാൽ അത് ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ തുല്യത വേണം. പബ്ലിക് ഫണ്ട് സാലറി ആയിട്ട് ഒരാൾക്ക് കിട്ടണമെങ്കിൽ ആ സാലറി നേടിക്കൊടുക്കുന്ന ജോലിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഓരോ സിറ്റിസണും കൊടുക്കണം. സോ ഈ കേഡർഷിപ്പ് അല്ലെങ്കിൽ PP അല്ലെങ്കിൽ APP എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിനൊരു പബ്ലിക് എക്സാമിനേഷൻ ആക്കി മാറ്റണം. ചോദിക്കട്ടെ, നാളെ ജഡ്ജിമാരെ, മജിസ്ട്രേറ്റുമാരെ, മുനിസിപ്പൽമാരെ, ജില്ലാ ജഡ്ജിമാരെ, സെഷൻ ജഡ്ജിമാരെ റൂളിംഗ് പാർട്ടി അപ്പോയിന്റ് ചെയ്യട്ടെ. കളക്ടർമാരെ റൂളിംഗ് പാർട്ടി അപ്പോയിന്റ് ചെയ്യട്ടെ. പോലീസ് ഓഫീസിന് റൂളിംഗ് പാർട്ടി അപ്പോയിന്റ് ചെയ്യട്ടെ. എന്തായിരിക്കും അവസ്ഥ? നാട് കുട്ടിച്ചോറാവില്ലേ? സോ ഇന്ന് കേരളത്തിന്റെ നാശത്തിന്റെ പ്രധാന കാരണം സെക്ഷൻ 24 ഓഫ് CRPC അല്ലെങ്കിൽ സെക്ഷൻ 18 സബ്സെക്ഷൻ 3 to 6 ഓഫ് BNS അത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഈ BNS-ഉം IPC പേര് മാറ്റി BNS ആക്കിയുണ്ടോ, CRPC എന്നുള്ളത് മാറ്റി BNSS ആക്കിയതുകൊണ്ടോ, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റിയിട്ട് BSA ആക്കിയതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ BSA കൊണ്ടുവരുമ്പോൾ അതിൽ പരമപ്രധാനമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇലക്ട്രോണിക് എവിഡൻസിനും, അതായത് ഇലക്ട്രോണിക്സ് എവിഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരികയാണ്. നമ്മൾ ഇതിന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാതെ ഇലക്ട്രോണിക്സ് എവിഡൻസിനും മോഡേൺ എവിഡൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്നൊരു CCTV ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ടാമ്പറിങ് എങ്ങനെ ചെയ്യാതെ എവിടെ എത്തിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു അവസ്ഥയാണ്. എക്സാമ്പിൾ, ഈ പേനയിലെ മഷി ഇന്ന് ഞാനൊരു സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ ഈ സിഗ്നേച്ചർ കൊണ്ടുപോയി ഫോറൻസിക് ലാബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നേച്ചർ ഇട്ട ദിവസം അല്ലെങ്കിൽ ഈ സിഗ്നേച്ചറിന്റെ ആയുസ് കണ്ടെത്താൻ കഴിയുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ വരാത്തിടത്തോളം കാലം ഈ എവിഡൻസ് ആക്ടിന് ഒരു പ്രാധാന്യമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 30, 40, 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഷി അല്ലെങ്കിൽ ഈ മഷി കൊണ്ട് എഴുതിയ സിഗ്നേച്ചറിന്റെ ആയുസും ഈ പേപ്പറിന്റെ ആയുസും കാലാവധിയും നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ടെക്നോളജികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പക്ഷെ ഇന്നും ഭാരതത്തിൽ അതില്ല. പിന്നെ ഈ നിയമത്തിന്റെ പേര് മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിലവിൽ ഇതിപ്പോ ജൂലൈ 1 മുതൽ വരുന്നു. അതിൽ വരുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല. അതെ, വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള ഈ കേസുകളിൽ ഊരിപ്പോകുന്ന കുറേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊളിറ്റിക്കൽ മർഡർ ഉൾപ്പെടെയുള്ള ഊരിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലും ഒരു ശരിക്കുമുള്ള നിയമം നിലനിൽക്കും എന്ന് കരുതാൻ കഴിയും? ഐ ഡോണ്ട് ബിലീവ്. BNSS-ൽ അല്ലെങ്കിൽ BNS-ൽ അല്ലെങ്കിൽ നമ്മുടെ BSA-ൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കാരണം ക്രിമിനൽ ആക്ടിവിറ്റീസ് കുറയും എന്നുള്ള ഒരു ധാരണ എനിക്കില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം CRPC മാറി BNSS-ലേക്ക് വരുമ്പോൾ എടുത്തു മാറ്റപ്പെട്ട പല പ്രൊവിഷൻസും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊവിഷൻസ് ആണ്. പിന്നെ IPC ഈ സെക്ഷൻസ് ഒക്കെ വെട്ടിച്ചുരുക്കി 384 ആക്കിയെന്നു 511 അവിടെ എത്തുമ്പോൾ അതിനകത്തും വലിയ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഡെഫിനിഷൻ ക്ലോസ് എല്ലാം കൂടെ അവർ ഒരുമിപ്പിച്ച് ഒരു സെക്ഷനാക്കി മാറ്റി. അങ്ങനെ ഇത്രയും സെക്ഷൻസ് കുറച്ചു.
പിന്നെ 1-2 ഒഫൻസസ് ന്യൂട്രൽ ജെൻഡറിലാക്കി. കിഡ്നാപ്പിംഗ്, മൈനറുകളെ കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ജെൻഡറിലാക്കി, സോറി അതിൻ്റെ വയസ്സ് കുറച്ചു, ഈക്വലാക്കി 2 ജെൻഡറിനും. പിന്നെ മോളസ്റ്റേഷൻ ഓഫ് വുമൺ, അത് നമുക്ക് ന്യൂട്രൽ ജെൻഡറിലാക്കി മാറ്റി, അത് മെയിലിനും കൂടെ ബാധകമാകുന്ന രീതിയിൽ മാറ്റി. പിന്നെ ആകെ വന്നൊരു വ്യത്യാസം ഡിസീറ്റ്ഫുൾ മീൻസ്, അതായത് ചതിയിലൂടെ ഒരു സ്ത്രീയെ സെക്ഷലി സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർകോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളരെ ഗ്രേവായിട്ടുള്ള ഒരു റേപ്പിന്റെ ഒരു രൂപം അവർ കൊടുത്തു. അതുകൊണ്ട് തന്നെ BNS കുറച്ചുകൂടെ ചൈൽഡ് ഫ്രണ്ട്ലി, വുമൻ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ജെൻഡർ കുറച്ച് ക്വാളിറ്റി വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ CRPCയിൽ ഞാൻ പറഞ്ഞ ഈ 144A അതിന്റെ ഡിലീഷനും പിന്നെ ഈ പോലീസിന്റെ ഈ 60 ദിവസം വരെയുള്ള കസ്റ്റോഡിയൽ പവറും പിന്നെ ഈ മറ്റു ചില പ്രൊവിഷൻസും ഒക്കെ തന്നെ. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം വന്നത് ഈ ട്രയൽ നടക്കുമ്പോൾ പ്രതിയുടെ ആബ്സെൻസിൽ ട്രയൽ നടത്താം. പ്രതിയെ കിട്ടിയില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പ്രതിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, പ്രതി ഇല്ലാതെ ട്രയൽ നടത്താം. നമുക്ക് ഫുൾ ട്രയൽ നടത്തി ജഡ്ജ്മെന്റ് വരെ പറയാം. അപ്പൊ പിന്നെ പ്രതി എവിടെ നിന്ന് കിട്ടും? പ്രതി അത് പിന്നെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് അവർ ശിക്ഷിച്ചോളും. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ കൂടുതൽ കോൺട്രാവേഴ്സി ഉണ്ടാക്കേണ്ട സാധ്യതയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന് വന്നൊരു സംഭവം, ഒരു മേഴ്സി പെറ്റീഷൻ, നമ്മുടെ ഡെത്ത് സെന്റൻസിൽ മേഴ്സി പെറ്റീഷൻ മുമ്പ് CRPCയിലെ പ്രൊവിഷൻ അല്ലായിരുന്നു. ഇപ്പൊ അത് ഒന്ന് അവർ BNSൽ ആഡ് ചെയ്തിട്ടുണ്ട്. മേഴ്സി പെറ്റീഷൻ നമുക്ക് കൊടുക്കാം എന്നുള്ളതൊരു ലീഗൽ പ്രൊവിഷനാക്കി മാറ്റി. അങ്ങനെ ചില എന്ന് പറഞ്ഞിട്ട് മറ്റേ പഴയ വീഞ്ഞ് പുതിയ കുടത്തിലെന്നൊക്കെ പറയും പോലെ ആ ചില വ്യത്യാസങ്ങൾ അത്രയും ഞാനും കാണുന്നുള്ളൂ. പക്ഷേ മേ ബി ഇത് ചിലപ്പോൾ കൂടുതൽ കോംപ്ലക്സിറ്റി സൃഷ്ടിച്ചുകൂടാന്നില്ല. ജുഡീഷ്യറിയുടെ, അഭിഭാഷക വിദ്യാർത്ഥികളുടെ, ജുഡീഷ്യൽ സ്റ്റാഫിന്റെ, കോടതിയുടെ ഒരുപാട് സമയം പൈസയും പോകാനുള്ള ചെലവും സമയം ഒരുപാട്. കേസുകളുടെ ടൈം കൂടും എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അത് കൂടിയല്ലേ പറ്റൂ. കാരണം പാരലായി 2 നിയമങ്ങൾ നിൽക്കുമ്പോൾ, കാരണം ഈ IPCയിലേക്ക് ഒരു ഒഫൻസൊക്കെ FIR ഇട്ട് നമുക്കറിയാലോ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആന്റണി രാജുവിന്റെ ഒരു IPC കേസൊക്കെ അല്ലേ, മറ്റേ നിക്കറില്ല ശരിക്കും ആ പേര് പറയണ്ട. അപ്പൊ അതിനകത്ത് ബ്രൗൺ ഷുഗർ വെച്ചതിന്റെ വിഷയം എത്ര വർഷം അവിടെ ഒന്നും ആ കേസ് തന്നെ എനിക്ക് തോന്നുന്നു 14-15-17 വർഷത്തോളം നിർത്തി. അതല്ല, അതൊക്കെയല്ലേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു IPCയിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ഒക്കെ ട്രയൽ നടത്തി തീരണമെങ്കിൽ നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തി അവന്റെ യുവത്വം തീർക്കണം. 20 വയസ്സിൽ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു 40-ആം വയസ്സിൽ ശിക്ഷ കിട്ടും. പിന്നെ അപ്പീലൊക്കെ കൂടെ പോവുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് അവൻ കുഴിയിൽ പോകും. അതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പുതിയൊരു നിയമം കൂടെ വരുമ്പോ ദൈവത്തിനെ അറിയാവോ, ദീർഘിക്കും എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി. കാരണം ഒരേ സമയം 2 നിയമസംഹിതകൾ കോടതികൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് പ്രൊസീജിയറൽ നടപടിക്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യവും പുതുതായി വരുന്ന സാഹചര്യം ഡെഫിനറ്റ്ലി. പിന്നെ അഭിഭാഷകർക്കും അതുമായിട്ടൊന്നൊക്കെ ഇഷ്ടം ഒന്ന് ചേർന്ന് വരണമെങ്കിൽ അവരും പലപ്പോഴും മറ്റങ്ങനെയല്ല. ഇപ്പൊ ഒരു സീനിയർ ലോയർ, മേ ബി ഒരു നല്ലൊരു കൺസിഡറബിളി ഗുഡ് ലോയർ, അദ്ദേഹത്തിന് ഏറ്റവും മനപ്പാടമാണ്. അദ്ദേഹം ഒരു ബെയിലിനോ അല്ലെങ്കിൽ ഓരോന്നെങ്കിലും ഒരു ട്രയലിനോ അല്ലെങ്കിൽ ഒരു ഹിയറിങ്ങിനോ വരുമ്പോൾ അദ്ദേഹം തറവില് കാര്യങ്ങൾ ജസ്റ്റ് ഒരു പാട്ട് പാടും പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷേ ഇൻ ഫ്യൂച്ചർ മേ ബി ആ ഒരു വിഷയം വരാം. അറ്റ്ലീസ്റ്റ് റിമെമ്പറിംഗ് ദ സെക്ഷൻസ് സീനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കാര്യമല്ല. ദേ വിൽ ഗെറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പക്ഷെ എന്നാലും തുടക്കത്തിൽ ചെറിയൊരു ലാഗ് വരാം. ആ ലാഗ് ഇൻ ഷോർട്ട് എല്ലാ കേസിനും ബാധിക്കും. ഇപ്പൊ സീനിയേഴ്സിന് അങ്ങനെ ഒരു ലാഗ് വരികയാണെങ്കിൽ ജൂനിയേഴ്സിന്റെ കാര്യം നമ്മളെപ്പോലുള്ള കാര്യം ആലോചിക്കാനേ ഉള്ളൂ. എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത്. പാരലൽ 2 സിസ്റ്റം, 2 സംഹിതകളല്ലേ. അത് തന്നെയാണ് മേ ബി എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഓണർഷിപ്പിന്റെ ഒരു ബലം. പിന്നെ മാറ്റി ഇവർ നല്ല രീതിയിൽ പാർലമെന്റിൽ ഡിബേറ്റ് നടത്തി അല്ലെങ്കിൽ ഇതിൽ അഫക്റ്റ് ആകാൻ പോകുന്ന ഇത്ര 3 നിയമങ്ങൾ വരുമ്പോൾ ഇതിൽ ആരൊക്കെ അഫക്റ്റ് ആവണം? ജുഡീഷ്യറി, ലോയേഴ്സ് ഫാറ്റേണിറ്റി, ലീഗൽ ഫാറ്റേണിറ്റി, ഈവൻ കോമൺ മെൻ, പോലീസ്, അഡ്മിനിസ്ട്രേഷൻ, എവറിബഡി ഈസ് എഫക്റ്റഡ്. പക്ഷെ ഇവിടെ ഒന്നും ചർച്ച നടത്താതെ ഇപ്പം ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു. സർക്കാർ എന്താ ചെയ്ത് ഈ എഫക്റ്റഡ് പാർട്ടികളായിട്ടെല്ലാം ചർച്ച നടത്തി. ലെറ്റ് ഇറ്റ് ബി. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ല, ഏതൊരു നിയമം വന്നാൽ പോലും എല്ലാവരെയും കൂട്ടിയിരുത്തി. കാരണം ഓരോരുത്തരുടെ ഓരോ കൺസേൺ ഉണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെ കൺസേൺ അത് അറിയിച്ച് അതിൽ അമെന്റ്മെന്റ് വരുത്തി എന്നാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണമായ ഒരു രൂപം കിട്ടുള്ളൂ. തികച്ചും ഏകപക്ഷീയമായി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു
നോർത്ത് ഇന്ത്യയിലെ സ്റ്റൈലല്ല നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ ഈ ഒരു നിയമം നടപ്പിലാവുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്തായിരിക്കും? കേരളം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി ഞാൻ ശരിക്കും മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ ഈ നിയമമാറ്റം കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ല. കാരണം ഈ ഒരു ചുവടുമാറ്റം അഭ്യസ്തവിദ്യരായ നമുക്ക്, പിന്നെ നീതിബോധം ഉള്ള നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഒരു അടിച്ചമർത്തലോ ഏകപക്ഷീയമായ കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മോഡിലേക്ക് ഒരു ഓർഗനൈസേഷൻ, അതിപ്പോൾ പോലീസായാലും ജുഡീഷ്യറി ആയാലും ഒരു ഓർഗനൈസേഷനും പോകാനുള്ള സാഹചര്യം കേരളത്തിലില്ല. അങ്ങനെ ഒരു മണ്ണല്ല കേരളത്തിൻ്റെത്. മറ്റു സംസ്ഥാനങ്ങളിൽ എന്തും ആകാം. ഇപ്പോൾ 60 ദിവസം വരെ പോലീസിന് കസ്റ്റഡി വെക്കാമെന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഒരു മോഷണ കുറ്റത്തിന് ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ 40 ദിവസം വെക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 60 ദിവസത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇതിനിടയ്ക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിൽ അത് പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. കേരളത്തിലെ മീഡിയ മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല. കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും, കേരളത്തിൻ്റെ ഓരോ പൾസും മീഡിയ സ്പോട്ടിൽ എത്തിക്കാറുണ്ട്, വളരെ സൂക്ഷ്മമായി. അതുകൊണ്ട് കേരളത്തിന് ഇതൊരു വലിയ വിഷയം മാറില്ല. അഥവാ എന്തെങ്കിലും അകാരണമായി അന്യായമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ ഈ നിയമമാറ്റവുമായി ബന്ധപ്പെട്ട് മീഡിയ പുറത്ത് കൊണ്ടുവരും എന്നതിന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ വിഷയം ഈ നിയമം മാറണോ മാറാത്തല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഞാൻ പല കോടതികളിലും കണ്ടിട്ടു, പോക്സോ ആക്ടിൻ്റെ ട്രയൽ തുടങ്ങും മുമ്പേ കോടതികൾ പലപ്പോഴും ഇതൊരു പരസ്യമായ രഹസ്യമാണ്. പല കോടതികളും ചോദിക്കണ കേട്ടിട്ടുണ്ട്, ഇത് സെറ്റിൽഡ് മാറ്റർ ആണോ വക്കീലെ? കാരണം ഈ കേസ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കാമോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടോ, അല്ലെങ്കിൽ എന്തിനാ സെറ്റിലാണെങ്കിൽ സമയം കളയണത്, കോടതിയുടെ വിലപ്പെട്ട സമയം എന്നുള്ളൊരു ഒരു മനസ്സായിരിക്കാം പല കോടതികളിലും ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നില്ലെങ്കിൽ പോലും അഭിഭാഷകനോ PPയോ എടുത്ത് പറയാറുണ്ട്, സർ അല്ലെങ്കിൽ മാഡം കോടതി ഇതൊരു സെറ്റിൽ എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, പോക്സോ പോലെ ഇത്രയും മാരകമായ ഒരു ആക്ട്, ഈവൻ കുഞ്ഞിന്റെ മൊഴി കൊണ്ട് മാത്രം ശിക്ഷ കൊടുപ്പിക്കാവുന്ന ഇത്രയും വലിയൊരു ആക്ടിൽ സെറ്റിൽമെന്റ് എന്നൊരു വാക്ക് എങ്ങനെ വന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ഈ സെറ്റിൽമെന്റ് എന്നുള്ള വാക്കിന്റെ വരവോടുകൂടി ഇപ്പൊ പോക്സോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് തുറന്നു പറയട്ടെ, കാശുള്ളവർക്കൊക്കെ പോക്സോ കേസിൽ പ്രതികളാകാം. കാരണം കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യും. അത് അറിഞ്ഞും അറിയാതെയും കോടതികൾ അംഗീകരിക്കുന്നു, PPമാരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. കോടതികൾ ആ മോഡിലാണ് ഇപ്പോൾ കോടതി പോകണം. പക്ഷെ കാശില്ലാത്തവൻ പോക്സോ ചെയ്താൽ പെട്ടു. അപ്പോൾ ഈ പാവപ്പെട്ടവനും ദരിദ്രനുമായിട്ടുള്ള പ്രതികളെ ശിക്ഷിക്കാനുള്ള ഒരു നിയമമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പോക്സോ. ധനികനായ ഒരു വ്യക്തിയും പോക്സോയിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഈ അടുത്ത കാലത്തെങ്ങാനും മാഷ് കേട്ടിട്ടുണ്ടാവും. കനോട്ട് ബി. കാരണം കാശ് കൊണ്ട് മാത്രം സെറ്റിലാക്കാവുന്ന, കാശ് കൊണ്ട് മാത്രം പ്രതിവിധി കണ്ടെത്താവുന്ന ഒരു നിയമമായി പോക്സോ മാറി, അല്ലേ? നമ്മൾ ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മിക്കവാറും ഹൈവേസ് എല്ലാം ലൈൻ ഡ്രൈവിംഗ് ആണ്. ഈ കുട്ടികൾ, ഞാനിപ്പോൾ സ്കൂളിൽ പഠിച്ചു, നഴ്സറി കഴിഞ്ഞു, സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, ഒരു പ്രൊഫഷണലായി, കുട്ടികളായി, വയസ്സായി മരിക്കാൻ പോകും. ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിസൺ, ഈ വ്യക്തിയുടെ ഏത് പഠന കാലയളവിലാണ് ഇവന് ലൈൻ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ കുട്ടി, അല്ലെങ്കിൽ ഈ ഒരു യുവാവ്, അല്ലെങ്കിൽ ഈ മധ്യവയസ്കൻ, അല്ലെങ്കിൽ ഒരു വൃദ്ധൻ, ഇയാൾ എങ്ങനെ ലൈൻ ഡ്രൈവിംഗ് ചെയ്യും? റോഡിൽ ലൈൻ ഡ്രൈവിംഗ് അറിയണ്ടേ, പഠിക്കണ്ടേ, എന്നാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലെ റോഡുകൾ വെക്കുന്നത് ഇപ്പോൾ ലൈൻ ഡ്രൈവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം മാറണം. വികസിത രാജ്യങ്ങളിൽ ഏതെങ്കിലും സ്കൂളുകളിൽ കുട്ടികൾ ബാഗുമായിട്ട് വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും സ്കൂളുകളിൽ രാവിലെ 8 മണിക്ക് പോകുന്ന കുട്ടി വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരാറുണ്ടോ? ഏതെങ്കിലും സ്കൂളുകളിൽ മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് നടക്കാറുണ്ടോ? ഇല്ല. പക്ഷെ കേരളത്തിൽ അതെല്ലാം ഉണ്ട്. കുട്ടി പോണത് അവനേക്കാളും ഭാരമേറിയ ബാഗുമാറ്റിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 7:30-ക്കാണ്. വാൻ പിടിച്ച് 1.5 മണിക്കൂറും 1 മണിക്കൂറും സീറ്റില്ലാതെ നിന്നും കിടന്നും ഉറങ്ങിയൊക്കെയാണ്. എത്ര സ്കൂൾ വാനിൻ്റെ വിൻഡോ സൈഡിൽ കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ. ഈ കുട്ടികൾ ആ 5 മണിക്ക് അല്ലെങ്കിൽ 5:30-ക്ക് വീട്ടിൽ നിന്ന് കുട്ടികൾ വരുന്ന ഒരു ലോഡ് ഹോംവർക്കുമായിട്ടല്ലേ? രക്ഷകർത്താക്കൾ അതിലൊരു ഭാഗമാണ്.
തീർച്ചയായും ഈ സ്കൂളുകളിൽ ഇരുന്ന് ചെയ്യേണ്ട വർക്കുകളും കൊടുത്ത് കുട്ടികളെ അയക്കാണ്. പിന്നെ ഇപ്പൊ 5 ദിവസം വർക്കിംഗ് പോരാന്ന് പറഞ്ഞിട്ട് 6 ദിവസം കൂടെ കൂട്ടാൻ പോവാ, ശനിയാഴ്ച ആയി കഴിഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കണേ. അതാണ് പറയണത്, ഈ സിസ്റ്റം മാറണം. കേരളത്തിൽ, ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നില്ല, ഇന്ത്യയുടെ സിസ്റ്റം വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾ കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമം എന്ത് മാറിയിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ അടിസ്ഥാന സിസ്റ്റം മാറണം. ഇലക്ട്രോണിക്സ് എന്താണ് എന്ന് ക്ലാരിഫൈ ഇതുവരെ കിട്ടാത്തടത്തോളം കാലം ഇലക്ട്രോണിക് എവിഡൻസ് പ്രൈമറി ആക്കിയിട്ടോ മറ്റേ BSc-ക്കകത്ത് ഇലക്ട്രോണിക്സ് എവിഡൻസിനെ രാജാവാക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? അതുപോലെ പല കാര്യങ്ങളും നീതിയുക്തമായി ജുഡീഷ്യറിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടവർ പ്രതിയോടൊപ്പം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എല്ലാ നിഗൂഢ സത്യങ്ങളിലും അല്ലെങ്കിൽ നിഗൂഢ രഹസ്യങ്ങളിലും പങ്കെടുത്ത് സഹപ്രവർത്തകനാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അവരാണ് ഇപ്പോ എല്ലാ സ്ഥാനത്തും. അതേ പ്രശ്നം. ലൈൻ ഡ്രൈവിംഗ് അറിയാത്തവൻ ഹൈവേ കയറി മോട്ടോർ സൈക്കിളും കാർ ഓടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? റോഡ് ആക്സിഡന്റ് ഉണ്ടാവും. നമ്മൾ പ്രധാനമായും 3 സ്ഥലങ്ങളാണ് നമ്മുടെ പ്രസൻസ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഭവനത്തിൽ, ഒന്ന് നമ്മുടെ ഓഫീസിൽ, മറ്റൊന്ന് റോഡിൽ, പബ്ലിക് പ്ലേസ്. അപ്പൊ ഈ പബ്ലിക് പ്ലേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്തവർ പൊതുനിരത്തിൽ പോകുമ്പോൾ ഒരു റോഡിൽ ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ എത്ര മനുഷ്യരാണ്, എത്ര പുരുഷന്മാരാ മുണ്ടുപൊക്കി വെച്ച് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അവനെ അറിയില്ല എങ്ങനെ പൊതുസ്ഥലത്ത് പെരുമാറണമെന്ന് അറിയില്ല. അല്ല, നിയമത്തെ കുറിച്ച് ഒട്ടേറെ അവബോധവും അതിനെക്കുറിച്ചുള്ള കാര്യബോധവും ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ട്. തീർച്ചയായും. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അതെ 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 അതെ. അപ്പൊ പലപ്പോഴും ചിലർ പറയണത് ഇത് അവരിൽ എത്താത്തതാണ്, സോറി അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ റോഡില് വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് അല്ലെങ്കിൽ വാഹനം എങ്ങനെ ഓടിക്കണം എന്നുള്ളത് അവർക്ക് അറിയാം എന്നാണ് ചിലർ പറയണത്. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുക, ഇവരാര് പഠിപ്പിച്ചു കൊടുത്തു? വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് ആര് പഠിപ്പിച്ചു? ഈ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ചില്ലറ പുസ്തകങ്ങളൊന്നുമല്ല നമ്മൾ വായിച്ചത്, എല്ലാം പഠിച്ചവരാണ്. അതിലെവിടെയെങ്കിലും ജീവിക്കാനുള്ള ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് വേണ്ടേ സിസ്റ്റം മാറണം. ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ വിട്ട് കുട്ടികൾ പറക്കുന്നത്? 10ാം ക്ലാസ് കഴിയുന്ന കുട്ടി ആലോചിക്കുന്നത് 18 ആയാൽ പാസ്പോർട്ട് എടുക്കുക, ഗ്രാജുവേഷനായിട്ട് UK, കാനഡ, USA, അമേരിക്ക, ന്യൂസിലാൻഡ് പറക്കുക. അവര് പറക്കുന്നത് അവിടുത്തെ ക്യാഷ് മോഹിച്ചിട്ടല്ല, ഇവിടെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു സുഹൃത്ത് UK ചെന്നപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചു, പറഞ്ഞു, മച്ചമ്പി ഞാനിനി കേരളത്തിലേക്കേ ഇല്ല. അവരവിടെ വിവാഹം കഴിഞ്ഞ് അവിടെ സെറ്റിൽഡ് ആവും. മാതാപിതാക്കളെ കൂടെ കൊണ്ടു. ഞാൻ എന്താടാ നീ എന്താ വരാത്ത? ഒരു ചാനലിന്റെ ഉടമയാണ് പുള്ളി, ചാനൽ പോലും നിർത്തിയിട്ടാ പോയത്. ഞാൻ പറയും എന്ത് പറ്റി? അവ എന്നോട് പറയടാ, ഞാനൊരു ചാനലിന്റെ ഉടമയായിരുന്നു, എനിക്ക് പോലും ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ഓടി നടക്കണം, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ലോക്കൽ പാർട്ടി ലീഡർ ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല, വില്ലേജ് ഓഫീസിന്റെ പരിസരം കണ്ടാൽ എന്റെ BP കയറും. എന്റെ എന്നല്ല, ഓരോ സിറ്റിസന്റെ വില്ലേജ് ഓഫീസിന്റെ വരാന്ത കണ്ടാൽ അന്നത്തെ ഒരു വ്യക്തിയുടെ ദിവസം പോക്കാണ്. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, RDO. തുറന്നു പറയാം, പോലീസ് സ്റ്റേഷനിൽ ഭയപ്പാടില്ലാതെ കടന്നു ചെല്ലാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. ലോക്കൽ പൊളിറ്റീഷ്യന്റെ സപ്പോർട്ട് വേണം, വിളിച്ചു പറയണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകണം, എന്നാലേ രക്ഷയുള്ളൂ. പോലീസിനോട് 154 അനുസരിച്ച് പരാതി കൊടുത്തിട്ട് FIR എടുത്തില്ല എങ്കിൽ മജിസ്ട്രേറ്റിന് നമുക്ക് അപ്പീൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് മൂവ് ചെയ്ത് FIR എടുപ്പിക്കാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ മജിസ്ട്രേറ്റ് കമ്പൽ ചെയ്ത് എടുത്തിട്ടുള്ള FIR-കളിൽ എത്ര FIR ആണ് ചാർജ് ഷീറ്റ് ആയിട്ടുള്ളതെന്ന് പറയാമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസും പോലീസ് ഫൈനൽ റിപ്പോർട്ട് പ്രതികളാക്കി കൊടുക്കില്ല. കാരണം അത് പോലീസിന്റെ താല്പര്യമാണ്. പിന്നെ എന്തിനാണ് മജിസ്ട്രേറ്റിന് CMB മൂവി പ്രൈവറ്റ് കംപ്ലൈന്റ് ആക്കുന്നത്? അല്ല, കോടതി ഉത്തരവ് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരിങ്ങനെ കയറി ഇറങ്ങുന്ന സാഹചര്യം. അതൊക്കെയാണ് അവസ്ഥ. സിസ്റ്റം മാറാതെ ഈ നാട് നന്നാവില്ല. ഈ സിസ്റ്റം മാറണമെങ്കിൽ ഇവിടുത്തെ ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ്സ് സ്റ്റോപ്പ് ആവണം. ഇന്ന് കേരളത്തിലെ പരമപ്രധാനമായ എംപ്ലോയ്മെന്റ് പൊസിഷനിലും ഉള്ളത് ആരാ? എക്സാം എഴുതിയ വ്യക്തികളല്ല, കഴിവുകൊണ്ട് വന്നവരല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയും കൊടി പിടിച്ചും അല്ലെങ്കിൽ അവരുടെ സിംബന്ധികളായി പ്രവർത്തിച്ചും അവർക്ക് വേണ്ട വ്യക്തി താല്പര്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകൾ മാത്രമാണ്. അത് വിദ്യാഭ്യാസ മേഖലയായാലും അല്ലെങ്കിൽ ജുഡീഷ്യൽ മേഖലയിലായാലും, ജുഡീഷ്യൽ ഞാൻ പറയില്ല ഒരിക്കലും, പ്രോസിക്യൂഷൻ മേഖലയിലായാലും തീർച്ചയായും അവിടെ വളരെ കോമ്പറ്റീറ്റീവ് എക്സാം കഴിഞ്ഞാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷെ അതും മാറും ഭാവിയിൽ. ഇതാണ് കേരളത്തിന്റെ പോയെങ്കിൽ നാളെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പോലും പാർട്ടിക്കാർ അപ്പോയിന്റ് ചെയ്യേണ്ട ഗതികേട് വരും വിത്തൗട്ട് എനി എക്സാമിനേഷൻ. അപ്പൊ ഈ ഒരു ബാക്ക് ഡോർ എൻട്രി എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാം.
PSC വഴിയല്ലാതെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അപ്പോയിന്റ്മെന്റ് നേടുന്നത് കോർപ്പറേഷന്, അല്ലെങ്കിൽ കോർപ്പറേഷനകത്ത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ, സെക്രട്ടേറിയറ്റിനകത്ത്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും. സോ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയക്കാരുടെ എന്തും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ജനം എരച്ചുകൂടും. കാരണം അവർക്കറിയാം ഈ ജീവിതകാലം മൊത്തം പഠിച്ചാലും ചിലപ്പോൾ PSC എഴുതി ജയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 5 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ എന്നെ കയറ്റി വിടും. ആദ്യം ടെമ്പററി ആയിരിക്കും, പിന്നെ അത് പെർമനന്റ് ആവും. ആ ഒരു ബാക്ക്ഡോർ എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ ഒട്ടനവധി ജനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം കൂടെ നിന്ന് വേല ചെയ്യുന്നത്, പിന്നെ അവർ ജോലി നേടുന്നത്. ലക്ഷ്യം ഇതാണ്. ഏത് വിദേശത്ത് ഏത് രാജ്യത്താണ് ഈ രാഷ്ട്രീയക്കാർ, പെർമനന്റ് രാഷ്ട്രീയക്കാരെന്നുള്ളൊരു പദവി ഉള്ളത്? ഒരു വ്യക്തി വരണം, മേയർ ആവണം, 5 വർഷം അല്ലെങ്കിൽ 3 വർഷം വർക്ക് ചെയ്യണം. അദ്ദേഹം പോലീസാണെങ്കിൽ പോലീസായി പോകണം, അല്ലെങ്കിൽ സിനിമ നടനാണെങ്കിൽ സിനിമ നടനായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടെ പോകണം, വക്കീലാണെങ്കിൽ വക്കീൽ പണി നടത്തണം. അടുത്ത ആള് വരണം. 10 വർഷം കഴിയുമ്പോൾ ഇവർ ഫീൽഡിൽ പോലും ഉണ്ടാവില്ല, അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ ഇവിടെ എന്താണ്, ഒരു വ്യക്തി ജനിച്ച് 15-ാം വയസ്സിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം തുടങ്ങി മരണം വരെ അവനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിനുശേഷം സ്വന്തം മക്കളെയും കുടുംബത്തെയും മൊത്തം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം. അത് കേരളത്തിന്റെ ഭാവി മോശമാക്കുക. ഇതിൽ പ്രതികരിക്കാൻ ജനങ്ങൾ ഒരുപാടുണ്ട്, പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ പ്രതികരിക്കില്ല, ഭയമാണ്. കാരണം കേരളത്തിന്റെ അവസ്ഥ പ്രതികരിക്കുന്നത് ഒറ്റപ്പെടുമെന്നുള്ളൊരു സാധ്യത. അതെ, എല്ലാ സംവിധാനങ്ങളും കൂടെ അവനിലേക്ക് വലിയ മോശക്കാരനാണെന്നുള്ള അവസ്ഥയിൽ. കാരണം നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ പാർട്ടികളൊക്കെ വൈരികൾ, അല്ലെങ്കിൽ അവരെല്ലാം ഡിഫറെന്റ് കാറ്റഗറിയാണ്. ആക്ച്വലി ദാറ്റ് ഈസ് റോങ് കൺസെപ്റ്റ്. രാഷ്ട്രീയക്കാരൊക്കെ ഒന്നാണ്, ജനം മറ്റൊരു സൈഡാണ്. വ്യത്യസ്ത പാർട്ടികളാണെങ്കിൽ പോലും അവരുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ അവരൊന്നാണ്. കാരണം അവർക്ക് അവരുടെ പ്രൊഫഷനാണ്. ഇന്ന് നീ ആണെങ്കിൽ നാളെ ഞാൻ, ബിക്കോസ് ഇറ്റ്സ് അവർ ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മുടെ ജീവിതമാണ്. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട്, ഒരു നേതാവിനോട് ചോദിച്ചു നോക്കൂ, എന്ത് ചെയ്യുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇന്ന പാർട്ടിയുടെ ഇന്ന സ്ഥാനം വഹിക്കുന്നു, അതാണ് തൊഴിൽ. ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു റെസ്റ്റോറൻറ്റ് ഓണറാണ്, അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ന് പറയില്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പൊ ഇത് എന്താ, ഈ തൊഴിലെന്താ പൊതുപ്രവർത്തനം? എനിക്ക് മനസ്സിലാവില്ല. നമ്മളെല്ലാം പൊതുപ്രവർത്തനം നടത്തുന്നവരും ചെയ്തുകൊണ്ട് വരുന്നവരുമാണ്. പക്ഷെ അത് നമ്മുടെ തൊഴിലല്ല, പ്രൊഫഷൻ അതല്ല, അത് പ്രൊഫഷനല്ല. അത് നമ്മുടെ എല്ലാം ഭാഗമാണ് ജീവിതത്തിന്റെ. കാരണം നമ്മൾ ഈ സമൂഹത്തിലെ ഒരു അംഗമാണ്. സോ വി ഹാവ് ടു ബി വിത്ത് ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലും. അതാണ് നമ്മുടെ പൊതുപ്രവർത്തനം. പക്ഷെ അതിന്റെ തൊഴിലല്ല. ഇവിടെ തൊഴിലാക്കിയത്, എന്താ പറയുക, പൊതുപ്രവർത്തനം തൊഴിലാക്കിയവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ഈ ബാക്ക്ഡോർ എൻട്രിയുടെ ആ ഒരു സ്വപ്നത്തിലൂടെയാണ്. അപ്പോൾ ഇത് വർദ്ധിച്ചു വരുന്നത് കേരളത്തിന് വീണ്ടും ദൂഷ്യം ചെയ്യും. ഭാവിയിൽ രാഷ്ട്രീയക്കാർ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് കേരളം വിട്ടുപോകും. ഇത് കേൾക്കുന്ന ചിലപ്പോൾ രാഷ്ട്രീയക്കാർ പറയാം, എനിക്ക് തങ്ങളും പൊക്കൊന്ന് പറയും. കാരണം യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പൊ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എന്നുള്ള ആ തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇവിടെ നിന്ന് പറക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഞാൻ ആ മീഡിയ ഓണറിന്റെ കാര്യം പറഞ്ഞില്ല, UK. അത് എന്നോട് പറഞ്ഞതാ, എനിക്കിവിടെ ഒരു ആധാർ കാർഡ് അഡ്രസ് മാറ്റണമെങ്കിൽ പുലിവാലാണ്. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനം കൊടുത്താലേ വല്ലതും നടക്കുള്ളൂ. പ്രത്യേകിച്ച് വോട്ടേഴ്സ് കാർഡിൽ പേര് ചേർക്കുക, അല്ലെങ്കിൽ അഡ്രസ് മാറ്റുക, പേര് എഴുതുക, അതെല്ലാം പാർട്ടി തീരുമാനിക്കും, ജനങ്ങളല്ല. അപ്പോൾ അദ്ദേഹം പറയാം, ഞാനിവിടെ ലണ്ടനിൽ എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നു, ജസ്റ്റ് ഒരു മിസ് കോൾ കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ ഒരു ജസ്റ്റ് ഒരു ക്വയറി കൊടുത്തപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വന്നു, ഡീറ്റെയിൽസ് എടുത്തു. എനിക്കിവിടുത്തെ മെഡിക്കൽ കാർഡ് കിട്ടി, എനിക്കിവിടുത്തെ ഇൻഷുറൻസ് കാർഡ് കിട്ടി, എനിക്കിവിടുത്തെ വർക്കിംഗ് എംപ്ലോയിൻ്റെ എന്തോ കിട്ടി, വേറെ എന്തോ പാസ് കിട്ടി, എൻ്റെ പാസ്പോർട്ട് അവർ റിന്യൂ ചെയ്തു. എല്ലാം എവറിത്തിങ് ഹാസ് ബീൻ ഡൺ ത്രൂ എ കോൾ, ഒരു ഇമെയിൽ സന്ദേശം വഴി. അങ്ങനെയുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള നിയമങ്ങൾ വളരെ കുറവാണ്. UK പോലുള്ള രാജ്യങ്ങളിൽ നിയമങ്ങൾ വളരെ കുറവാണ്. എഴുതപ്പെട്ട നിയമങ്ങൾ ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ ഷോർട്ടാണ്, വളരെ ചുരുക്കം. ഇവിടെ നിയമങ്ങൾക്ക് എന്താ പഞ്ചമുള്ളത്? മൊത്തത്തില് കുഴപ്പമാണ്, സിസ്റ്റം കുഴപ്പമാണ്. ആക്ച്വലി നമ്മൾ ചിരിക്കും. ആക്ച്വലി ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ ചിരിക്കും. ഗുരുതരമായ അവസ്ഥ. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്, ഭീകരമായ ഒരു അവസ്ഥയാണിത്. ചിലര് കരുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലര് ക്രിട്ടിസൈസ് ചെയ്യണവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, കുറ്റം പറയണവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറ്റം പറയേണ്ട സ്ഥലത്ത് കുറ്റം പറഞ്ഞില്ല എങ്കിൽ ആ ചെയ്യുന്ന കുറ്റങ്ങൾ ഭാവിയിൽ വരും തലമുറയെ നശിപ്പിച്ചു കളയും. അല്ല, പുതിയ തലമുറ അപകടകരമായ അവസ്ഥയിലുണ്ട്, വളരെ വളരെ ഡേഞ്ചറസ് സോണിലാണ്. ഭാരതീയ ന്യായ സംഹിത BNS പോലുള്ള നിയമങ്ങൾ ജൂലൈ 1 മുതൽ നിലവിൽ വരുന്നു. ഈ നിയമം
കേരളത്തെ സംബന്ധിച്ചിടത്തോളം നീതിബോധമുള്ള ഒരു സമൂഹം കേരളീയർ, അവരെ സംബന്ധിച്ചിടത്തോളം നിയമം എങ്ങനെ നടപ്പിലാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതുണ്ടാക്കുന്ന ആശങ്കകളും നമ്മോട് പങ്കുവച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് VMTV യുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്.